Hello everyone. Today we are going to discuss about principles of e-learning and online education and its forms and features. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് e-learning പറ്റിയായിരുന്നു. E-learning means learning through electronic devices such as computer, laptop, mobile phone, television, tablet, etc. So electronic devices സഹായത്തോടെ ലേൺ ചെയ്യുന്ന പ്രോസസ്സിനെ e-learning എന്ന് പറയുന്നു. Today we are discussing about principles of e-learning. First of all, we have to know what is meant by principle. Principle is a rule of conduct based on a belief of what is right and what is wrong. ഓരോ കാര്യങ്ങളിലും എന്താണ് ശരി എന്താണ് തെറ്റ് എന്നതിനെ മനസ്സിലാക്കി റൂള് പോലെ ഫോം ചെയ്യുന്നതിനെയാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഈ ലേണിംഗിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഈ ലേണിംഗ് കണ്ടക്ട് ചെയ്യാം എന്നതായിരിക്കും പറയുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇ ലേണിംഗ് ഈസ് മാച്ച് ടു ദി കരിക്കുലം. ഒബ്ജക്റ്റീവ്സ്, content, student activities and the assessment should be suitable to the curriculum. ഒരു കരിക്കുലത്തിന് എന്തായാലും ഒബ്ജക്റ്റീവ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വേണം. അതേപോലെ കണ്ടന്റ്സ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ സ്റ്റുഡന്റ് ആക്ടിവിറ്റീസ് ഒക്കെ വേറെയും കണ്ടക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആക്ടിവിറ്റീസ് ഡിസൈഡ് ചെയ്യുക. അതേപോലെ അസസ്മെന്റ്, എക്സാമിനേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അവരെ അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഒരു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ അതിനെല്ലാം സ്യൂട്ടബിൾ ആയിരിക്കണം. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ഇൻക്ലൂഷൻ. ഇൻക്ലൂഷൻ മീൻസ് the learners should be included in the e-learning process. It can include everyone consisting both mentally and physically challenged persons if they are supported by e-learning. ഇൻക്ലൂഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത് ഈ ലേണിംഗ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഈ ലേണിംഗ് പ്രോസസ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അവർക്കും കൂടെ പങ്കെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ വേണം അതിന്റെ പ്ലാറ്റ്ഫോംസും അതേപോലെ കണ്ടന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ലേണർ എൻഗേജ്മെന്റ്. ലേണർ ഷുഡ് ബി എൻഗേജ്ഡ് ആൻഡ് മോട്ടിവേറ്റഡ്. ലേണറിനെ എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ അവർക്ക് അടുത്ത ക്ലാസ്സസ്, അതായത് സ്റ്റഡി കഴിയുന്ന വരെയുള്ള ക്ലാസ്സസ് കേൾക്കാനുള്ള മോട്ടിവേഷൻസും ഓരോരോ ക്ലാസ്സുകളിലൂടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഓരോ സ്റ്റുഡൻസും അവരുടെ ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അതർവൈസ് ദേ ആർ ജസ്റ്റ് ക്വിറ്റ് ദി സ്റ്റഡി. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് വൺ ഈസ് innovative approach. It is better to use technological approach rather than non-technological approaches. It should be suitable for e-learning. e-learningൽ യൂസ് ചെയ്യാൻ പറ്റിയ ടെക്നോളജിക്കലും നോൺ ടെക്നോളജിക്കലുമായ അപ്രോച്ചസ് ഉണ്ടാവും. അപ്പോൾ ടെക്നോളജി ഇപ്പോൾ വളരെയധികം വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നോവേറ്റീവ് അപ്രോച്ചസ് ഒക്കെ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ അപ്രോച്ചസ് ആയിരിക്കും. സോ e-learningന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെക്നോളജിക്കൽ അപ്രോച്ച് തന്നെ യൂസ് ചെയ്യുക. Next one is effective learning. We know that in e-learning the control in the hands of students. So we make our learning system that is suitable to every students. Then there is effective learning should take place. നമുക്കറിയാം ഈ ലേണിങ്ങിൽ കൺട്രോൾ സ്റ്റുഡൻസിന്റെ കയ്യിലാണ്. അതേപോലെ അവരെന്താണ് ലേൺ ചെയ്യേണ്ടതെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റുഡൻസിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോം മാറ്റേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു എഫക്റ്റീവ് ലേണിംഗ് പോസിബിൾ ആവുകയുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ഫോർമേറ്റീവ് അസസ്മെന്റ്. Formative assessment means the assessment conducted at the time of the class. ക്ലാസ് ടൈമിൽ നടത്തുന്ന അസസ്മെന്റിനെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമ്മൾ റെഗുലർ ക്ലാസ്സസിൽ ഒരു ക്ലാസ് കഴിയുമ്പോൾ
ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യും. അതേപോലെ അതിനുശേഷം ആ ടീച്ചർ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. അതൊക്കെ ഫോർമേറ്റീവ് അസസ്മെൻ്റ് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് കൊടുക്കും. ഇതെല്ലാം ഫോർമേറ്റീവ് അസസ്മെൻറ്റിലാണ് വരിക. അതേപോലെ ഈ ലേണിങ്ങിലും ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റണം. അതിന് അനുയോജ്യമായ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോം തന്നെ ചൂസ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഈസ് summative assessment. Summative assessment means assessment conducted at the end of the learning process. It will handle various achievement levels of the students and it must be valid and reliable. ഒരു ലേണിംഗ് പ്രോസസ്സ് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനം കണ്ടക്ട് ചെയ്യുന്ന അസസ്മെൻ്റ് അല്ലെങ്കിൽ എക്സാംസിനെയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായിരിക്കും അവരുടെ അച്ചീവ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് റാങ്കും മാർക്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി വാലിഡ് ആൻഡ് റിലയബിൾ. അത് വാലിഡ് ആയിരിക്കണം, അതേപോലെ വിശ്വസ്തവുമായിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് കൊഹറൻസ്, കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസ്പാരൻസി. It must be internally coherent and consistent in the way of its objectives, contents, student activities and assessment match to each other. It must be open and accessible in its design. ഈ ലേണിങ്ങിലുള്ള അതിൻ്റെ ഒബ്ജക്റ്റീവ്സും പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടൻസും സ്റ്റുഡൻറ് ആക്ടിവിറ്റീസും അതേപോലെ അവരുടെ അസസ്മെൻ്റും ഒക്കെ പരസ്പരം ബന്ധമുള്ളതാവണം. അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഈ കണ്ടന്റും സ്റ്റുഡൻറ് ആക്ടിവിറ്റീസും ഒക്കെ കണ്ടക്ട് ചെയ്യണം, അതേപോലെ അസസ്മെൻറ്റും കണ്ടക്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഓപ്പൺ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ease of use. E-learning should ensure ease of use for both teacher and the students. ടീച്ചർക്കാണെങ്കിലും സ്റ്റുഡൻസ് അതായത് ലേണേഴ്സിനാണെങ്കിലും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന പ്ലാറ്റ്ഫോംസ് ആണ് ഈ ലേണിങ്ങിന് ചൂസ് ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. Using learning technology is not a cheap option for enhancing educational opportunity. The investment needs to be justified in terms of cost benefits and savings through its effectiveness, affordance and opportunities meet their educational needs and goals, which are not achievable in other way. ഒരു ലേണിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ചീപ്പ് ഓപ്ഷൻ അല്ല. പ്രത്യേകിച്ച് ഈ ലേണിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അവർക്കൊരു ഇലക്ട്രോണിക് ഡിവൈസും അതേപോലെ ഒരു ടെക്നോളജിയും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനെന്തായാലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ജസ്റ്റിഫയബിൾ ആണെന്ന് പറയണമെങ്കിൽ അതിലൂടെ അവർക്ക് കിട്ടുന്ന ആ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ ഈ ലേണിംഗ് പ്രോസസ്സിലൂടെ അവർക്ക് കിട്ടുന്ന കോസ്റ്റ് ബെനിഫിറ്റ്സിനെ സേവിങ്സിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. അതിൽ വരുന്ന ഘടകങ്ങളാണ് എഫക്റ്റീവ്നെസ് ഓഫ് ദി കോഴ്സ് എത്രമാത്രം എഫക്റ്റീവായി അല്ലെങ്കിൽ ആ ലേണിംഗ് പ്രോസസ്സ് എത്രമാത്രം എഫക്റ്റീവായി. അപ്പോൾ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതിലൂടെ അവർക്ക് കോസ്റ്റ് ബെനിഫിറ്റ്സ് കിട്ടും. അതേപോലെ അഫോർഡൻസ്, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന അത്രേ കോസ്റ്റ് വരുന്നുള്ളൂ എങ്കിൽ അതിലൂടെ അവർക്ക് കോസ്റ്റ് സേവ് ചെയ്യാം. പിന്നെ ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവർ അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ മീറ്റിംഗ് ദെയർ എഡ്യൂക്കേഷൻ നീഡ്സ് ആൻഡ് ഗോൾസ്, അവരുടെ എഡ്യൂക്കേഷൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ആൻഡ് വിച്ച് ആർ നോട്ട് അച്ചീവബിൾ ഇൻ അതർ വേ, മറ്റു വഴികളിലൂടെ ഒന്നും ഇത് സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അവർക്ക് എന്തായാലും ഇതിലൂടെ എന്ത് ചെയ്യാം, കോസ്റ്റ് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്, അതേപോലെ കോസ്റ്റ് സേവ് ചെയ്യാനും പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് online education. It is a form of education in which instruction and content are delivered through internet to students using computers. കമ്പ്യൂട്ടേഴ്സിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും സഹായത്തോടെ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. Then it is the technique of learning, getting training and conducting research through internet and computer. ലേണിങ്ങിനും ട്രെയിനിങ് കിട്ടാനും റിസർച്ച് നടത്താനൊക്കെ കമ്പ്യൂട്ടർ ആൻഡ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിനെ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇതൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ടൈപ്പിൽ വരുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. There are different types of online education programs. First one is
100% online education. Here, fully online degrees are offered at the comfort of the learner at his own home or workplace and no need to visit in a college or university campus. ഇവിടെ ഡിഗ്രി പ്രോഗ്രാംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ലേണറിന്റെ കംഫോർട്ട് അനുസരിച്ചിട്ട് വർക്ക് പ്ലേസിൽ നിന്നാണേലും അവിടുന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണേലും വീട്ടിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒരിക്കലും പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പൂർണ്ണമായിട്ടും അത് ഓൺലൈനിലൂടെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. Next, hybrid education. Hybrid education allows students to pursue a combination of online and on-campus courses. ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെയും ഓൺ ക്യാമ്പസ് കോഴ്സസിൻ്റെയും ഒരു കോമ്പിനേഷനെയാണ് ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ അവർ കുറച്ച് കാര്യങ്ങൾ ഓൺലൈനിലൂടെ പഠിക്കും, ബാക്കി കുറച്ച് കാര്യങ്ങൾ ക്യാമ്പസിൽ ചെന്നിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, online courses. Online courses may be a part of a degree program. Here they can learn a certain subject or learn a specific skill. നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഡിഗ്രി കോഴ്സസിന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഓൺലൈൻ കോഴ്സസ് എന്ന് പറയുമ്പോൾ ഡിഗ്രി കോഴ്സിനോടൊപ്പം തന്നെ ലേൺ ചെയ്യാവുന്ന എന്തെങ്കിലും കോഴ്സസ്, ഒന്നേലും ഒരു പ്രത്യേക സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്കില്ലായിരിക്കും അവർ ലേൺ ചെയ്യുന്നത്. ഇപ്പോൾ അക്കൗണ്ടിങ് കോഴ്സസ് ഒക്കെ നമ്മൾ ബികോമിൻ്റെ ഒപ്പം തന്നെ ലേൺ ചെയ്യുന്നുണ്ട്. അതേപോലെ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഈ ലേണിംഗ് വഴി പ്രൊവൈഡ് ചെയ്യാം. അതൊക്കെ ഓൺലൈൻ കോഴ്സസിന് എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് വൺ ഈസ് massive open online courses, MOOCs. They are usually delivered in lecture form to online classrooms with a large number of students. It is a open and participatory course. It is not just a course, it is considered as an event. ഈ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസിനെ ഒരു ഇവന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം അതിൽ ലാർജ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള കോഴ്സസിൽ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിസിപ്പൻസിന്റെ എൻട്രീസ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഒരു പരിധി കഴിഞ്ഞാൽ അവർ പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യില്ല. പക്ഷെ ഇതിൽ എത്ര പേർക്ക് വേണേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഓൺലൈൻ ലേണിംഗ്. First one, focus on learning. There has been a fundamental change on the relationship between teachers and learners in online learning environment. The learners' activities are now the focus of the course. ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ടീച്ചിങ്ങിനായിരുന്നു ഫോക്കസ്. അവിടെ ഒരു ടീച്ചറും ധാരാളം കുട്ടികളും ഉണ്ടാവും. പക്ഷെ ഓൺലൈൻ ക്ലാസ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കുട്ടിക്ക് ധാരാളം ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് ലേൺ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ലേണിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ്, സ്റ്റുഡന്റ് സെന്റേഡ്. ഓൺലൈൻ ലേണിംഗ് ഈസ് സ്റ്റുഡന്റ് സെന്റേഡ്. The learning process model has changed from a mere inputting model in which input consists of presented knowledge and the output is measured on what is known to them. In online learning, there is lot of resources are available and they can learn more and more. സോ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടീച്ചർ എന്തെങ്കിലും ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യും. അത് അവർ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് നോക്കും. അങ്ങനെയാണ് അവരെ അസസ് ചെയ്യുന്നത്. പക്ഷെ ഓൺലൈൻ ലേണിങ്ങിൽ അവർക്ക് ധാരാളം റിസോഴ്സസിലൂടെ ധാരാളം കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. സോ ഓരോരുത്തരും ലേൺ ചെയ്ത കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. എന്തൊക്കെ ലേൺ ചെയ്യണമെന്ന് സ്റ്റുഡൻ്റ് ആയിരിക്കും തീരുമാനിക്കുക. സോ വി ക്യാൻ സേ ഓൺലൈൻ ലേണിംഗ് ഈസ് സ്റ്റുഡൻറ് സെൻറ്റേഡ്. നെക്സ്റ്റ് വൺ, ആക്റ്റീവ് ലേണിംഗ്. Online learning is active because the learner becomes competent to own, manage and schedule their learning by themselves. ഓൺലൈൻ ലേണിംഗ് ആക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അവർ തന്നെയാണ് എപ്പോഴാണ് ലേൺ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. അവർക്ക് സമയം കിട്ടുമ്പോഴായിരിക്കും അവർ ലേൺ ചെയ്യുക. ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ മേ ബി ആക്റ്റീവ് ഓർ പാസീവ് ലേണിംഗ് വിൽ ബി ഹാപ്പൻ. അവിടെ ആക്റ്റീവോ പാസീവോ ആയിട്ടുള്ള ലേണിംഗ് ആയിരിക്കും നടക്കുക. പക്ഷെ ഓൺലൈൻ ലേണിങ്ങിൽ എപ്പോഴും ആക്റ്റീവ് ലേണിംഗ് ആയിരിക്കും. അവർക്ക് ആവശ്യമുള്ളപ്പോൾ അല്ലെ അവർക്ക് ലേൺ ചെയ്യുന്നത് തോന്നുമ്പോൾ മാത്രമേ അവർ ഈ ലേണിംഗ് പ്രോസസ്സ് നടത്തുള്ളൂ.
Next one is global reach. Using internet, teachers can reach out to students across the world. This is not possible with traditional teaching. ഓൺലൈൻ ലേണിങ്ങിൽ ടീച്ചർക്ക് സ്റ്റുഡൻ്റ് എവിടെയാണെങ്കിലും റീച്ച് ചെയ്യാൻ പറ്റും, അങ്ങനെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ട്രഡീഷണൽ ടീച്ചിങ്ങിൽ പോസിബിൾ അല്ല. അതേപോലെ തന്നെ സ്റ്റുഡൻറ്റിന് വേണമെങ്കിൽ ലോകത്ത് എവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നും ക്ലാസ് ലേൺ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ ഈസ് versatility. The versatility of a platform or software decides the type of online teaching that you can do. We can choose the software or the platform according to level of interaction needs. നമുക്ക് ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ വേണ്ടതനുസരിച്ചിട്ട് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാൻ പറ്റും. ക്ലാസ് ടൈമിലൊക്കെ ഇൻട്രാക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി ലേൺ ചെയ്യാൻ പറ്റും. അതേപോലെ എന്തെങ്കിലും അസൈൻമെൻറ്റ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂംസ് യൂസ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ഓൺലൈൻ ലേണിങ്ങിന് അവൈലബിൾ ആണ്. സോ ഇത്രയാണ് ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. റോൾ ഓഫ് ദി ഫാക്കൽറ്റി മെമ്പർ ഇൻ ഓൺലൈൻ ലേണിംഗ്. The role of the teacher or the faculty member in online learning is changes as compared to regular learning. Their activities can be broken down into 6 categories. First one is organization and structure. Defining the objectives both at the course and module level are a key contribution of the faculty member. They have to decide what competencies of knowledge the learner will develop and why are they important. ആദ്യം തന്നെ ഒരു ഫാക്കൽറ്റി മെമ്പർ ആ കോഴ്സസിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു മൊഡ്യൂൾ ഉണ്ടാക്കണം. മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചർ, ഏത് സ്ട്രക്ചറിലാണ് നമ്മൾ ആ എൻ്റയർ കോഴ്സ് ലേണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം ഏതൊക്കെ നോളജ് ആണ് അല്ലെങ്കിൽ കോമ്പിറ്റൻസീസ് ആണ് ഒരു ലേണർ ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ആ ഫാക്കൽറ്റി മെമ്പർ തന്നെ ഡിസൈഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഈസ് creation and selection. The faculty member is responsible for creating or procuring the educational activities that support the learning environment and assuring that they are support the objectives already defined. ആദ്യം നമ്മൾ കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സും മൊഡ്യൂളും ഡിസൈഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയാണ് അവർക്ക് ആ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഡിഫറെൻറ്റ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സപ്പോർട്ടഡ് ദി ലേണിംഗ് എൻവയോൺമെൻറ്റ്. ആ ലേണിംഗ് എൻവയോൺമെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ് തന്നെ ഡിസൈഡ് ചെയ്യണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി സപ്പോർട്ട് ദി ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത ഒബ്ജക്റ്റീവ്സുമായിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുകയും വേണം. നെക്സ്റ്റ് വൺ ഈസ് assessment. Faculty member is also responsible for making assessment. Appropriate assessment methods should be used by which the learner will tell how well he has met the objectives of the course or module. നമുക്കറിയാം അസസ്മെൻറ്റ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു അപ്രോപ്രിയേറ്റ് ആയിട്ട് അസസ്മെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്യണം. അതിൽ നിന്ന് നമ്മുടെ സ്റ്റഡീൻ്റെ അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ ആ ലേണർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റണം. നെക്സ്റ്റ് വൺ ഈസ് മോഡറേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ. ആക്ടിങ് ആസ് ദി അഡ്വൈസർ, facilitating interaction, providing individualized support. The instructor in the traditional classroom has the same requirement as the online instructor. ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏകദേശം സെയിം കാര്യങ്ങൾ തന്നെ ഒരു ഓൺലൈൻ ടീച്ചറും പ്രൊവൈഡ് ചെയ്യണം. ലേണേഴ്സിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസസ് കൊടുക്കുക, ലേണറും ടീച്ചറും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് നടത്തുക, അതേപോലെ ലേണേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാകും, അതിന് മോഡറേറ്റർ ആവുക. ദെൻ പ്രൊവൈഡിങ് ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ട്, ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓൺലൈൻ ഫാക്കൽറ്റി മെമ്പറും ചെയ്യണം.
Next one is supporting learning strategies. Online learning strives to provide mass customization, in which the learner can develop the core competencies using learning strategies that are best for that user and can expand beyond if the learner has more interest. ഓൺലൈൻ ലേണിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ലേണിംഗ് ആണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഓരോ സ്റ്റുഡൻസിനും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഫാക്കൽറ്റി മെമ്പർ പറഞ്ഞു കൊടുക്കണം. അതായത് അവർ ഈ ലേണിംഗ് പ്രോസസ്സിന് വേണ്ടി ഏതൊക്കെ സ്കിൽസ് ആണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ സ്കിൽസ് ഈ ലേണിംഗ് പ്രോസസ്സ് നന്നാക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതെങ്ങനെ ലേൺ ചെയ്യുന്നും ഈ ഫാക്കൽറ്റി മെമ്പർ അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു കൊടുക്കണം. ലാസ്റ്റ് വൺ ഈസ് ഓറിയന്റേഷൻ ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ്. ഓൺലൈൻ ലേണിംഗ് ക്യാൻ ആൻഡ് ഷുഡ് ബി എ കൊളാബറേറ്റീവ് എഫേർട്ട്. Certain types of learners require collaborative feedback as validation. Online faculty are charged with supporting and encouraging collaboration among students and between faculty and student. ചില ലേണേഴ്സിനൊക്കെ ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ജസ്റ്റ് ടീച്ചേഴ്സ് പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ മാത്രമല്ല ലേൺ ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു കൊളാബറേഷൻ വേണം. അവർക്ക് പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണം. ആദ്യം സ്റ്റുഡൻസ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ്റും ടീച്ചറും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു സർക്കംസ്റ്റാൻസ് ഈ ഓൺലൈൻ ഫാക്കൽറ്റി ക്രിയേറ്റ് ചെയ്യണം. ഇത്രയുമാണ് ഒരു ഓൺലൈൻ ലേണിങ്ങിൽ ഫാക്കൽറ്റി മെമ്പറിൻ്റെ റോള്.